അതാണ് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ഞങ്ങൾ ഇന്ന് പാസ്സാക്കിയിട്ടുള്ള പ്രമേയം. അതിന്റെ കോപ്പി നിങ്ങൾക്ക് തരും. രണ്ടാമത്തെ കാര്യം സാക്കിർ നായിക്കിന്റെ പ്രശ്നമാണ്. സാക്കിർ നായിക്കിനെതിരായി അദ്ദേഹം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ധാക്ക ഭീകരവാദത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നും പ്രചോദിതരായിട്ടുള്ള ആളുകളാണ് ആ ഭീകരവാദത്തിന് ഉത്തരവാദി എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ വ്യാപകമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, ഞങ്ങളുടെ മുമ്പിൽ ഇന്നുള്ള സാക്കിർ നായിക്കിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ വെച്ച് പരിശോധിച്ചാൽ സാക്കിർ നായിക്ക് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി വരുന്ന ഒരു വ്യക്തിയല്ല, നിഗൂഢ കേന്ദ്രങ്ങളിലായിരുന്നില്ല. 1991 അദ്ദേഹത്തിന്റെ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ ആരംഭിക്കുന്നത്. 1987 ലോകപ്രസിദ്ധനായ മതപ്രഭാഷകൻ അൻവർ ദീദാത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് 1991 അദ്ദേഹം ബോംബെയിൽ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ ആരംഭിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ട്രാൻസ്പെറന്റ് ആയിരുന്നു. ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഡിബേറ്റുകൾ നടത്തിയിട്ടുണ്ട്. നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ലോകത്തിലെ എല്ലാ ഭാഷയിലും പരിഭാഷപ്പെടുത്തിയതുപോലെ മലയാളത്തിലും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പ്രഗത്ഭ ജേർണലിസ്റ്റുകൾ എന്ന നിലയിൽ, ധാരാളം വായിക്കുന്ന ആളുകൾ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഒട്ടുവളരെ പുസ്തകങ്ങൾ നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. അങ്ങനെ എല്ലാമുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തന പശ്ചാത്തലം വിലയിരുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അദ്ദേഹത്തെ അകാരണമായി വേട്ടയാടുകയാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ചിപ്പോ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ഇനം അന്വേഷണത്തിന് ഉത്തരവിടുന്നതും അദ്ദേഹത്തെ പ്രതിയാക്കുന്നതും ഒരേ വാക്കിലാണ്. അത് തീർച്ചയായും അദ്ദേഹത്തിന്റെ സമീപനങ്ങളെ എതിർക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ അപരാധമാണെന്ന് വരുത്തി തീർക്കുക എന്ന അവരുടെ മുൻവിധിയുടെ അടിസ്ഥാനത്തിലാണ്. ആ സാഹചര്യത്തിൽ ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു, സ്വതന്ത്രമായ ആശയവിനിമയം, മതപ്രചരണം അത് അസാധ്യമാക്കി തീർക്കാൻ കൂടിയുള്ള ഒരു നടപടിയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം, മതപ്രചരണ സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് ഉറപ്പുവരുത്തുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമുള്ള എല്ലാവരും ഇത്തരം നീക്കത്തിനെതിരായി പ്രതികരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അടുത്ത വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ സാക്കിർ നായിക്ക് തീവ്രവാദത്തോടെടുക്കുന്ന സമീപനം എന്തെന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാവരുടെയും അറിവ് ഉള്ള ചില സംഗതികൾ കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുറച്ച് ടെക്നോ റെസ്പോൺസ് ആയിട്ട് എന്നുള്ളതുകൊണ്ട് ഒരു CD കൂടി അദ്ദേഹത്തിന്റെ പ്രഭാഷണം, എന്താണ് അദ്ദേഹത്തിന്റെ അപ്രോച്ച്, അദ്ദേഹത്തിന് തീവ്രവാദത്തോടുള്ള അപ്രോച്ച് എന്താണെന്ന് വളരെ കാലം മുമ്പ്, ഇതിനൊക്കെ എത്രയോ മുമ്പ് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു പ്രഭാഷണത്തിന്റെ ചെറിയൊരു പീസ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിന്റ് ഉണ്ട്, മറ്റ് സമയത്തിന്റെ ചുരുക്കമായതുകൊണ്ട് അതിനൊരു Good evening. This is our doctor. My name is Elvis. I work in sales. I just have a question here. How do you view ISIS? Our brother Elvis has asked the question, how do I view ISIS? Brother, what's the full form of ISIS? Islamic State of Iraq and Syria. I know the form, I'm asking you, because you asked the question. What is my view regarding ISIS,
Islamic State of Iraq. And my view is they are actually anti-Islamic State of Iraq and Syria. Because no Islamic person favored by Islamic State, no Islamic person will ever kill any innocent human being. Because Quran is very clear in Surah Ma'idah, chapter number 5, verse number 32. If anyone kills any other human being, unless it be for murder or for spreading corruption in the land, it is as though he has killed the whole of humanity. That means any human being kills any other human being, whether Muslim or non-Muslim. If he is innocent, it is as though he has killed the whole of humanity. And if anyone saves any human being, it is as though he has saved the whole of humanity. Now what news we get? That these people who claim to the Islamic State of Iraq and Syria, they are killing innocent human beings. Even if they're non-Muslim, it's not allowed in the Quran. So my view is they are anti-Islamic State of Iraq and Syria. They cannot be Muslims. Muslim is a person who submits to Almighty God. And no Muslim will ever kill any innocent human being. So according to me, they are anti-Islamic State of Iraq and Syria. Hope that answers the question. Okay. ഈ അക്രനായകൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പ്രഭാഷണം നടത്തിക്കൊണ്ട വ്യക്തിയാണ്. അദ്ദേഹം വളരെ ശക്തനായി ഖുർആൻ പ്രചരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങൾ കണ്ടു. പ്രിന്റ് മലയാളത്തിലുള്ള പ്രിന്റിന്റെ കയ്യിലുണ്ട്. ഇതുപോലുള്ള പ്രസ് കോൺഫറൻസിൽ അതെല്ലാം ഉദ്ധരിക്കാൻ സമയമില്ല. സ്റ്റോപ്പ് ടെററിസം എന്ന പേരിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകത്തിന്റെ മലയാളം പരിഭാഷയാണിത്. 2005 അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകം, അതിന് റീപ്രിന്റ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ധാരാളം പുസ്തകങ്ങൾ, അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ധാരാളം പുസ്തകങ്ങൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഇതിലൂടെയൊക്കെ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അദ്ദേഹം വളരെ ശക്തമായി ഇസ്ലാമിക ദർശനത്തിന്റെ സമാധാന സിദ്ധാന്തം ശക്തമായി രാജ്യത്ത് അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. യാതൊരു സാഹചര്യത്തിലും ഒരു മതത്തിൽപ്പെട്ടവരെയും ആക്രമിക്കുന്നതിന് പാടില്ലെന്ന് ഉദ്ഘോഷിക്കുന്ന മതതത്വങ്ങളുടെ പ്രചാരവേദനായി ഈ രാജ്യത്ത് നടന്ന വ്യക്തിയാണ്. അത്തരമൊരു വ്യക്തി, ടെററിസത്തെ എതിർത്തു പോന്നിട്ടുള്ള പാരമ്പര്യമുള്ളൊരു വ്യക്തി, ആ വ്യക്തിയെ ടെററിസത്തിന് പ്രോത്സാഹിപ്പിച്ചവരായി വ്യാഖ്യാനിക്കുന്ന വളരെ വിചിത്രമായ ഒരു നിലപാടാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെയാണ് താത്വികമായി ഞങ്ങൾ ഈ കാര്യത്തെ ഇന്ന് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രം വെച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ വെച്ചുകൊണ്ടും അത് ശരിയല്ല എന്ന് പറയുവാനുള്ള കാരണം.